നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. പുതിയ തലമുറയെങ്കിലും ഭാവഗാനങ്ങളിൽ അഭിനയിക്കുന്ന രണ്ട് യുവഗായകരെയാണ് ഞങ്ങൾ അതിഥികളായി JB ജംഗ്ഷനിൽ ഇന്ന് കൊണ്ടുവരാൻ പോകുന്നത്. ഒരുപിടി നല്ല ഗാനങ്ങൾ സമ്മാനിച്ച് സംസ്ഥാന സർക്കാരിന്റെ ബഹുമതി കരസ്ഥമാക്കിയ സുദീപിനെയും രാജലക്ഷ്മിയെയും നമുക്ക് JB ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യാം. സുദീപ്, രാജലക്ഷ്മി, നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ഇവിടെ കിട്ടാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾക്ക് പൊതുവെ ഇഷ്ടമുള്ള രണ്ട് ഗായകരാണ് നിങ്ങൾ. സമാനമായ സാഹചര്യത്തിലൂടെ വളർന്നു വന്ന ആൾക്കാർ, ഒരുപാട് അധ്വാനിക്കുന്ന രണ്ടാൾക്കാർ, രണ്ട് വലിയ വടവർഷങ്ങൾ പരിശീലിപ്പിച്ച രണ്ടാൾക്കാർ, രണ്ടുപേർക്കും സംസ്ഥാന ബഹുമതി കിട്ടി. സുദീപ്, എന്ത് തോന്നുന്നു സുദീപ്? വലിയ സന്തോഷം. ഇപ്പോൾ പലതവണ പല ആളുകളുടെയും ഇൻ്റർവ്യൂസ് ബിടാ സാറുമായിട്ട് ഇങ്ങനെ കണ്ടിട്ടുള്ള സമയത്ത് നമ്മൾ ഇരിക്കാൻ ആഗ്രഹിച്ച ഒരു സീറ്റിലാണ് ഇരിക്കുന്നത്. അതിന്റെ സന്തോഷം. പക്ഷേ ഇതിനൊരു പ്രത്യേകത ഉണ്ട് സുദീപ്, ഉള്ളതെല്ലാം അങ്ങ് പറഞ്ഞേക്കണം. പിന്നെ കൊണ്ട് ഇതിനെ കുത്തി കുത്തി ചോദിപ്പിക്കാൻ വിട വരത്തില്ല. രാജലക്ഷ്മി എന്തെങ്കിലും സുദീപ് കള്ളം പറയുന്നുണ്ടെങ്കിൽ അപ്പോൾ അല്ല, തിരിച്ചും അങ്ങനെ ഒരു സിഗ്നൽ ഇങ്ങനെ കാണിച്ചാൽ മതി, ബാക്കിയും കയറുന്നത്. അപ്പൊ എപ്പോഴും കാണിക്കേണ്ടി വരും എന്നാണ് പറഞ്ഞു വരുന്നത്. സുദീപേട്ടനെയും ഞങ്ങൾ രണ്ടുപേരും കുറെ നാളായിട്ട് വർഷങ്ങളായിട്ടുള്ള പരിചയമുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഒരാളുടെ മുഖത്ത് നോക്കിയാൽ അറിയാം അല്ലേ മറ്റേ ആൾക്ക്. ഞാനും രാജീവ് ആദ്യമായിട്ട് ഒരു ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെടുന്നത് ഒരേ പരിപാടിയിലാണ്. രാജീവ് സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്കൊന്ന് ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കും, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത്. അപ്പം അങ്ങനെ നമ്മൾ ഒന്നിച്ച്, അന്ന് ചാനൽസ് ഒന്നും, പ്രൈവറ്റ് ചാനൽസ് ഒന്നും ഇല്ലാത്ത കാലത്ത് ദൂരദർശൻ്റെ ഒരു സംഗീത പരിപാടിയിലാണ് നമ്മൾ രണ്ടുപേരും ആദ്യമായിട്ട്. എത്ര വർഷം മുമ്പ്? അത് 96-ലാണ്. കറക്റ്റ്. ദൂരദർശന്റെ പരിപാടി, ദൂരദർശൻ ഹംസധ്വനിയിൽ നമ്മൾ രണ്ടുപേരും വിൻ ചെയ്തില്ല, ഫൈനലിസ്റ്റുകളായിരുന്നു. സുദീപ് ആലപ്പുഴയല്ലേ? ആലപ്പുഴ, ജനിച്ചോളത് ആലപ്പുഴ. അച്ഛൻ വളരെ സജീവമായ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. സുദീപും സചേതനമായ കലാലയ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. കലാലയം എന്ന് പറയുമ്പോൾ കലയെ ഉദ്ദേശിച്ചാണ്. അതെ അതെ, സ്കൂളിലും കോളേജിലും ഒക്കെ സജീവമായിട്ടുണ്ടായിരുന്നു. നമ്മുടെ മണ്ണിന്റെ പ്രത്യേകത ആണത്. ജനിച്ചു വളർന്നത് കുട്ടനാട്ടിലാണ്, കൈനേരിയിലാണ്. പിന്നെ ഒരു 10 വയസ്സ് മുതൽ ഡിഗ്രി പഠിക്കണവരെ വളർന്നത് വിപ്ലവ ഭൂമിയിലായിരുന്നു, പുന്നപ്രയിലാണ്. സുദീപിന്റെ പാട്ടൊക്കെ പക്ഷെ വളരെ മെലോഡിയസ് ആയിട്ടുള്ള, അതിൽ വിപ്ലവം വളരെ കുറവാണ്, വളരെ ഭാവഗാനങ്ങൾ. വിപ്ലവ ഗാനങ്ങൾ പാടുന്ന സമയത്ത് നമ്മൾ വിപ്ലവം പുറത്തെടുക്കും, സൗര്യം പുറത്തേക്ക് വരും. രാജലക്ഷ്മി, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. രാജലക്ഷ്മിയോട് പറയായിരുന്നു, ഞാൻ താമസിച്ചിരുന്ന സ്ഥലത്തൊക്കെ കൊച്ചുകുട്ടിയായിട്ട് വന്ന് അവിടെ കളിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞു. തിരുവനന്തപുരത്ത് സൂര്യ ഗാർഡൻസ്. രാജലക്ഷ്മിയെ കുറിച്ച് ഒരാള് പറയാൻ വേണ്ടി വന്നപ്പോണ്ട് നോക്കാം. കാരണം രാജലക്ഷ്മിയോട് 2 ചോദ്യം. പണ്ട് കുട്ടിയായിരുന്നപ്പോൾ കുട്ടി സൈക്കിളിൽ കറങ്ങി നടന്ന രാജലക്ഷ്മിക്ക് അച്ഛനും അമ്മയുമായിരുന്ന അമ്മ രാത്രികാലങ്ങളിൽ മത്സരങ്ങളിൽ കൊണ്ടുപോകുമ്പോൾ അമ്മയ്ക്ക് കൂട്ടായി വന്നിരുന്ന കുറേ ചേട്ടന്മാരുണ്ടായിരുന്നു. ആ ചേട്ടന്മാരെ രാജലക്ഷ്മി ഓർക്കുന്നുണ്ടാവും. ആ സ്നേഹത്തെക്കുറിച്ച്, അമ്മൂമ്മയുടെ സ്നേഹത്തെക്കുറിച്ച്, അമ്മയുടെ സ്നേഹത്തെക്കുറിച്ച് രാജലക്ഷ്മി പറയണം. സുധീർനാഥ് ഡൽഹിയിലെ ഒരു കാർട്ടൂണിസ്റ്റാണ്. സുധീറിനെ എങ്ങനെ പരിചയം രാജലക്ഷ്മി? സുധീറേട്ടൻ എങ്ങനെ പരിചയം എന്ന് വെച്ചാൽ, ഞാൻ എറണാകുളത്ത് ജനിച്ചു വളർന്ന് കളമശ്ശേരിയിലാണ് എൻ്റെ വീട്. അപ്പോൾ അങ്ങനെ വളരെ ചെറിയ പ്രായത്തിലെ ഈ എന്താ പറയുക, ഇതൊരു കരിയറായിട്ട് തിരഞ്ഞെടുത്ത് എൻ്റെ അമ്മ ഇതിലേക്ക് കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ അങ്ങനെ പല ആൾക്കാരെയും സമീപിച്ചു അവസരങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ സുധീറേട്ടനെ അങ്ങനെ പരിചയപ്പെട്ടാണ്. സുധീറേട്ടൻ ആ സമയത്ത് ഞാൻ പണ്ട് പത്രത്തിൽ എഴുതിക്കൊണ്ടിരുന്നൊരു പങ്ക്തിക്ക് സ്ഥിരമായിട്ട് ഇല്ലസ്ട്രേഷൻ ചെയ്ത ആളാണ് സുധീർ, കാർട്ടൂണിസ്റ്റ്. അപ്പോൾ അങ്ങനെ ഒരു ബന്ധവും നമുക്കുണ്ട്. അതെ. അപ്പോൾ സുധീറേട്ടൻ ഒരു ഞങ്ങളുടെ വേറൊരു നെയ്ബർ വഴി, പ്രവീൺ ചേട്ടൻ വഴി സുധീറേട്ടനെ പരിചയപ്പെട്ടു. അപ്പോൾ ഇവരെല്ലാവരും ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, പല വേദികളിൽ എന്നെ കൊണ്ടുവരാനും. നമുക്ക് രാജലക്ഷ്മിയുടെ ഒന്ന് റൂട്ടിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ടല്ലേ? എന്താ പറയുക, പക്ഷേ സുദീപിന് പോലും അറിയാത്ത ചില കാര്യങ്ങൾ ഞാനിങ്ങനെ തിരഞ്ഞെടുക്കാൻ ആണല്ലേ. പല ആൾക്കാരും എനിക്ക് എല്ലാം പറഞ്ഞു കേട്ട കുറെ കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ നമ്മൾ മീഡിയയിലൊക്കെ പലപ്പോഴായിട്ട് ഇന്റർവ്യൂസിലൊക്കെ കണ്ടിട്ടുള്ള, അല്ല പേഴ്സണലി പറഞ്ഞതൊക്കെ അറിയാം. പലരും വളരെ സുഹൃത്തുക്കളായിട്ട് വരുന്ന ആൾക്കാർ പരസ്പരം അങ്ങോട്ട് കൊണ്ട് നോക്കും. എന്താ കാരണം വെച്ചാൽ അവർ പോലും അറിയാത്ത കാര്യങ്ങളുണ്ട്. അപ്പം സുധീർ പറഞ്ഞൊരു കാര്യമുണ്ട്, സുധീർനാഥ് പറഞ്ഞൊരു കാര്യം, അച്ഛനും അമ്മയുമായിട്ടാണ് അമ്മ പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് 1.5 വയസ്സുള്ളപ്പോൾ അച്ഛന് നഷ്ടപ്പെട്ടു. അപ്പോൾ അമ്മ, എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് അമ്മയും ചേട്ടനും. രാജലക്ഷ്മിക്ക് 1.5 വയസ്സുള്ളപ്പം അച്ഛൻ രാജലക്ഷ്മിയെയും കുടുംബത്തെയും വിട്ടിട്ട് പോയി. അതല്ലേ തെളിച്ച് പറയാൻ വേണ്ടി വിഷമിച്ചത്. രാജലക്ഷ്മി എന്താ പറഞ്ഞതെന്ന് ആർക്കും മനസ്സിലായില്ല, എന്തോന്ന് പറഞ്ഞു. രാജലക്ഷ്മി അതൊക്കെ ഉണ്ടായിട്ട് പോലും രാജലക്ഷ്മി ഇന്ന് എത്രയോ ആൾക്കാരുടെ മനസ്സിലാണ് സ്ഥിരപ്രതിഷ്ഠ നേടിയത്.
അത്രത്തോളം കൈപ്പേറിയ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ട് പോലും അതൊന്നും രാജലക്ഷ്മിയെയോ അമ്മയോ തളർത്തിയില്ല. അതെ, ആ സമയത്തൊരു അമ്മയുടെ കാര്യം എടുത്തു പറയണം. കാരണം ഒരു സ്ത്രീക്ക് ഇന്നത്തെ കാലത്താണെങ്കിൽ ഒത്തിരി മീഡിയ ഇത്രയും ഇതാണ്, അല്ലെങ്കിൽ ഒരു കുട്ടിയെ ഒരു ഇതിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടില്ല. പക്ഷെ ഞാൻ വരണ സമയത്ത് ഈ ലോക്കൽ ഗാനമേള ട്രൂപ്പുകളും അങ്ങനെ ഉള്ള കുറേ കാര്യങ്ങളേ ഉള്ളൂ. ഞാനൊരു പാടുന്ന കുട്ടിയുണ്ടെന്നൊക്കെ അറിയിക്കാനായിട്ട്. അപ്പം അങ്ങനെ അമ്മ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചാണ് പ്രോഗ്രാം. മത്സരങ്ങളായിരുന്നു, ചെറിയ ചെറിയ മത്സരങ്ങൾ. പിന്നെ എൻ്റെ അമ്മ തയ്ക്കുമായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ. ഇവിടെ സുദീപ് എന്തോ ചോദിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. സുദീപ് ചോദിക്കുന്നു, എനിക്ക് വേണ്ടി ഒരു ചോദ്യം. അമ്മയെ സുദീപ് നന്നായിട്ട് അറിയാം. എനിക്കല്ല, രാജീവ് ഒരു കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ പോലെ എൻ്റെ വീട്ടിലൊക്കെ വന്നിട്ട് നമുക്കറിയാം. അന്ന് മുതൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഈ രംഗത്ത് വന്നയാളാണ്. പിന്നെ ഈ സിനിമയിൽ രാജിയുടെ ആരുമില്ല. നമ്മുടെ ലൈം ലൈറ്റിൽ നിൽക്കുന്ന വലിയ മ്യൂസീഷ്യൻസോ നടന്മാരോ അങ്ങനെ ആരും ഇല്ലാതിരുന്നിട്ട് കൂടിയും ഒരു പ്രൊഫഷണൽ പാട്ടുകാരിയായിട്ട് ഇപ്പം നിൽക്കുന്ന ഒരു പൊസിഷനിലേക്ക് വരാൻ വേണ്ടി എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. എനിക്കും കുറേ അധികം കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം സുദീപ്, നമ്മൾ ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികളെ കാണുമ്പോൾ അവരൊക്കെ ഒരുപാട് പരിലാളന കിട്ടി വന്ന ആൾക്കാരാണ്. അങ്ങനെ ഒരു പഴയ ഗായകരെ പോലെ അത്രത്തോളം ഒന്നും ഈ പറഞ്ഞ പോലെ മുള്ളും കല്ലും ചവിട്ടി വന്നവരല്ല. പക്ഷേ ഞാൻ സുദീപിനെ കുറിച്ചല്ല പറയണത്, ഞാൻ പറഞ്ഞ പൊതുവെ ആൾക്കാർ എന്ന് വെച്ചാൽ അച്ഛനും അമ്മയൊക്കെ വളരെ കെയർ എടുത്തവരെ കൊണ്ടുവന്ന് അവരുടെ ശബ്ദത്തിൽ ഒരു ചെറിയ ഇടർച്ച ഉണ്ടാക്കി അതിനുള്ള പരിരക്ഷ, അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും കൊടുക്കുകയാണ്. പക്ഷേ ഈ രാജലക്ഷ്മി എന്നുള്ള കുട്ടിക്ക് 1.5 വയസ്സുള്ളപ്പോൾ അച്ഛൻ പോയി. പിന്നീട് അച്ഛനെ എപ്പോൾ കണ്ടോ? മരിച്ചപ്പോൾ. ആരും കണ്ടില്ല, കാണണം തോന്നിയില്ല. അല്ല, അങ്ങനെ ഇപ്പോൾ അച്ഛൻ എന്ന് പറഞ്ഞാൽ ആള് ഫലത്തിലില്ല. അപ്പം പിന്നെ അങ്ങനെ ആ ഒരു കാണണമെന്നോ അങ്ങനെയൊന്നും ഉണ്ടായില്ല. കാരണം അമ്മയാണ് എല്ലാം. മുത്തശ്ശനും അമ്മമ്മയും അമ്മയുടെ പേരൻസ് ഞങ്ങൾ അവരുടെ കൂടെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഇതേ ചിന്തയുണ്ടായിട്ടില്ല. അമ്മയാണ് എല്ലാം. അമ്മ പ്രോഗ്രാമിന് കൊണ്ടുപോകും, സ്കൂള്, എൻ്റെ ചേട്ടൻ്റെ പഠിത്തം, അങ്ങനെ ഞങ്ങള് എന്താ പറയാ ഒന്നും ഓർക്കാൻ പോലും ഇല്ല അങ്ങനത്തെ ഒരു സമയം. നമുക്കെല്ലാം സന്തോഷം. എന്താ കാരണം വെച്ചാൽ ആ ഒരു കൈപ്പേറിയ ജീവിതത്തെ പിന്നോട്ട് തള്ളിക്കൊണ്ട് ഈ പറഞ്ഞ പോലെ ഈ ഒരു ആത്മധൈര്യത്തോട് മുമ്പോട്ട് പോകാൻ എനിക്ക് തോന്നുന്നു സുദീപ് വേണമെങ്കിൽ രാജലക്ഷ്മിയെക്കാളും കൂടുതൽ ഒരു അഭിനന്ദനം അർഹിക്കുന്നത് രാജലക്ഷ്മിയുടെ അമ്മയായിരിക്കും. പാർവതി അല്ലേ? അല്ല, പാർവതി. അമ്മ വേണമെങ്കിൽ ഒന്നോ ഇടറിയിരുന്നെങ്കിൽ വേണമെങ്കിൽ രാജലക്ഷ്മിയും വേണമെങ്കിൽ ഇടറിപ്പോയി. തീർച്ചയായിട്ടും അത് അത്രയും ഉണ്ട് ആ ഒരു ജേണി. എനിക്ക് എറണാകുളത്താണെങ്കിൽ ഒരുപാട് ഗാനമേള ട്രൂപ്പുകൾ, കൊച്ചിൻ മെലഡീസ്, CAC, കലാഭവൻ, അങ്ങനെ ഒരു മാസം 30 ദിവസം ഉണ്ടെങ്കിൽ 35 പരിപാടിയാണ്. അത് വീട്ടിലെ കാര്യങ്ങളും കൂടി നടക്കണം. എല്ലാ പരിപാടിക്കും അമ്മ കൂടെ വരികയും ചെയ്യും. അമ്മയാണ് കൊണ്ടുപോകുന്നത് എല്ലാ സ്ഥലത്തും. സുധീർ പറഞ്ഞിടയ്ക്ക് സുധീർനാഥ് കുറെ ചേട്ടന്മാരും ഉണ്ടായിരുന്നു സഹായിക്കാൻ വേണ്ടി. ഒരുപാട് പേരെ എനിക്ക് അങ്ങനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവരും അതുപോലെ ഇതേപോലെ കുറേ ആൾക്കാരുണ്ടായിരുന്നു സത്യാവസ്ഥ അറിഞ്ഞ് സഹായിക്കാൻ വന്നവർ. അപ്പം അതിൽ ഏറ്റവും എനിക്ക് പ്രധാനപ്പെട്ട ഒരാളാണ് സുധീറേട്ടൻ. സുധീറേട്ടൻ ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്, ഡൽഹിയിലാണ് സുധീറേട്ടൻ. സുദീപ് വലിയ വളക്കൂറുള്ള ഒരു രാഷ്ട്രീയ ഭൂമികയിലാണ് സുദീപിൻ്റെ ഒരു എന്താ പറയുക ആദ്യത്തെ പിച്ചവെക്കൽ. സംഗീതമുണ്ട്, അച്ഛൻ ഒരുപാട് കലാരംഗത്ത് പ്രവർത്തിച്ച ആളാണ്. പക്ഷേ ഈ സംഗീതമായിരിക്കും നമ്മുടെ ഒരു ജീവിത വൃത്തി എന്നുള്ളത് എപ്പോഴാണ് തിരിച്ചറിഞ്ഞ സുദീപ്? എൻ്റെ ഒരു എഡ്യൂക്കേഷനൊക്കെ കഴിയുന്ന സമയത്താണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. എനിക്കൊരു പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയം മുതൽ മ്യൂസിക്കാണ് വഴിയെന്ന് മനസ്സിലിങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും പേരൻസ്, അച്ഛന് ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നു ജോലി. പിന്നെ അന്നത്തെ കാലത്ത് നേരത്തെ പറഞ്ഞ പോലെ എനിക്കും അങ്ങനെ പരിചയമുള്ളവരോ അടുപ്പമുള്ളവരോ ബന്ധുക്കളോ ആരോ സിനിമയിലൊന്നുമില്ല. അപ്പം ഒരു സിനിമ പാടുക എന്നുള്ള ഒരു സ്വപ്നം എനിക്കും ഇല്ല, അച്ഛനും ഉണ്ടായിരുന്നില്ല, അമ്മയ്ക്കും ഇല്ല, വീട്ടിലാർക്കും ഇല്ല. വലിയ കണക്ഷൻസ് ഒന്നുമില്ല, ഒരു കണക്ഷനും ഇല്ല, ലോക്കൽ. അപ്പം ഒരു സ്കൂൾ അധ്യാപകനായിട്ടോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡ് അച്ഛനെ പോലെ തന്നെ ഒരു ഉദ്യോഗം നേടിയ ശേഷം ഇപ്പോൾ ഗാനമേളകൾ ശനി ഞായറും ഒക്കെയോ അല്ലെങ്കിൽ അധ്യാപകനാണെങ്കിൽ അല്ലാതെ അന്നൊക്കെ അച്ഛൻ പറയാൻ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഓണത്തിനും ക്രിസ്മസിനൊക്കെ 10 ദിവസം അവധി കിട്ടുമല്ലോ, അല്ലെങ്കിൽ സ്കൂൾ അടങ്ങിയും കിട്ടുമല്ലോ. അപ്പോൾ ഒരു അധ്യാപകനായിട്ടൊക്കെ പോവുകയാണെങ്കിൽ ആ സമയത്തൊക്കെ ഗാനമേളയോ കച്ചേരിയോ ഒക്കെ ചെയ്യാം. ഞാൻ 10 വയസ്സ് മുതൽ ഇപ്പം മ്യൂസിക് പഠിക്കുന്നുണ്ട്. അപ്പം മ്യൂസിക്കിനോട് വീട്ടിലെല്ലാവർക്കും താല്പര്യമുണ്ട്, പക്ഷേ ഒരു പ്രൊഫഷണൽ പാട്ടുകാരനാവണമെന്നുള്ള താല്പര്യമില്ല. പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഞാൻ പഠനവും ഇതും കൂടെ ഒരേപോലെ കൊണ്ടുപോകാൻ നോക്കി. പഠനം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ജോലി ഇതും കൂടെ മ്യൂസിക്കും കൂടെ പാരലായിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് നോക്കി. പക്ഷേ മനസ്സിൽ ഒരിക്കലും വേറൊരു ജോലിയോടുള്ള യോജിപ്പുണ്ടായിരുന്നില്ല എനിക്ക്. അപ്പോൾ അങ്ങനെ ഒരു ആ താല്പര്യം പോയി, മ്യൂസിക്കിനോട് മാത്രമായി ഒരു അതുമൂലം എത്രത്തോളം ഉയരാൻ പറ്റുമെന്നുള്ള ചിന്തിച്ചിട്ടൊന്നുമല്ല, എങ്കിലും മ്യൂസിക് ആയിരിക്കും. ആ മേഖലയിൽ ഈ നാടകഗാനത്തിൻ്റെ ഒക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ നമ്മുടെ പുന്നപ്ര ജംഗ്ഷനിൽ
എല്ലാ വർഷവും ഈ പുന്നപ്ര വയലാർ വാരാഘോഷം നടക്കും. അപ്പോൾ അവിടെ അല്ലാതെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും മിക്കവാറും ഈ റെക്കോർഡ് കാസറ്റ് പ്ലേ ചെയ്യും. അപ്പോൾ KPSCയുടെ പാട്ടുകൾ കുട്ടിക്കാലം മുതൽ അവിടെ ഇങ്ങനെ കേട്ട് ഈ നാടക പാട്ടെല്ലാം എനിക്ക് ബൈഹാർട്ട് അറിയാൻ. ഇപ്പോഴും അതൊന്നും ഞാൻ CD ഇട്ടോ കാസറ്റ് ഇട്ടോ പഠിച്ച പാട്ടുകളല്ല, കുട്ടിക്കാലം മുതൽ കേട്ട് മനസ്സിൽ വന്നു. പിന്നെ നമ്മുടെ വീടിൻ്റെ ചുറ്റുഭാഗത്ത് നിറയെ അമ്പലങ്ങളുണ്ട്. അപ്പോൾ ആ അമ്പലങ്ങളിലെല്ലാം രാവിലെ 5 മണി ആകുമ്പോൾ നിറയെ പാട്ടുകൾ വെക്കും ഡിവോഷണൽ. അപ്പം അതുകൊണ്ട് ആ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നു മ്യൂസിക്. അങ്ങനെ കേട്ട് പഠിച്ച ഒരുപാട് പാട്ടുകളുണ്ട്. ഇപ്പം ഞാൻ ഭക്തിഗാനമേളയ്ക്ക് ഒരു പാടണമെന്നുണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് എഴുതിയാൽ മതി പലപ്പോഴും ലിറിക്സ്. ട്യൂണൊക്കെ നമ്മുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന. സുധീവിനെ കൊണ്ടൊരു നാടകഗാനം പഠിക്കണം. അല്ല, ഞാൻ പറയുന്നത് ഇത്രയും ചിട്ടയായിട്ടുള്ള രീതിയിൽ മ്യൂസിക്കിനെ കാണുന്ന വേറൊരു സിംഗർ ഞാൻ കണ്ടിട്ടില്ല. കാരണം പാട്ടുകൾ എഴുതി അല്ല, അത് അങ്ങനെയല്ല. സുധീവന്റെ പുസ്തകങ്ങളൊക്കെ കാണാം പഴയ ആ സമയത്ത്. നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ്. ഒരു പാട്ട് എഴുതി അതിന്റെ എല്ലാ ഡീറ്റെയിൽസും, സിനിമ, വർഷം, ഗാനരചയിതാവ്, എല്ലാം വെച്ചിട്ട് അത്രയും ഡിസിപ്ലിൻഡ് ആയിട്ട്. അക്കാര്യത്തിലൊരു പാരമ്പര്യവാദിയാണല്ലേ. പുതിയതുപോലുള്ള ആധുനിക ഉപകരണങ്ങളല്ല കളിക്കുന്നത്. അല്ല, ആധുനിക ഉപകരണം ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ സ്റ്റേജിൽ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ ഇങ്ങനത്തെ ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കാറുണ്ട്. കാര്യം പലപ്പോഴും നമ്മളിപ്പോൾ വെളിയിൽ ഔട്ട് ഓഫ് ഇന്ത്യ ഒരു പ്രോഗ്രാം പോകുമ്പോൾ നമ്മുടെ 10 or 16 ഡയറി ബുക്കെല്ലാം എടുത്തിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിന് സ്കാൻ ചെയ്തൊക്കെ കയറ്റുന്നുണ്ട്. പക്ഷേ എങ്കിലും എഴുതിയതാണ് സ്കാൻ ചെയ്ത് കയറ്റുന്നത്. ഞാൻ ഇപ്പോഴും അതിലായിട്ടുള്ള പരിപാടി, ടൈപ്പിംഗ് പരിപാടികളില്ല, എല്ലാം എഴുതി തന്നെ വയ്ക്കും. അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ്. സ്വന്തം ഒരു നാടകഗാനം നമുക്ക് സുധീവിനെ കൊണ്ട് പാടി. ജോണി സാഗരിക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ പാടുമ്പോൾ സുധീപിൻ്റെ ശബ്ദവിന്യാസത്തിൻ്റെ ഒരു ഭക്തി ഇങ്ങനെ നിറഞ്ഞിരിപ്പുണ്ടോ. ഭക്തി എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ല രാജലക്ഷ്മി, എന്താ കാരണം വെച്ചാൽ. പക്ഷേ എവിടെയോ പ്രേക്ഷകരെ കൊളുത്തി വലിക്കുന്ന ഒരു ശബ്ദവിന്യാസം സുധീപിൻ്റെ ശബ്ദങ്ങളിലുണ്ട്. ഇപ്പോൾ കള്ളനായിട്ട് ഒരാൾ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അയാൾ ഒരു മോഷ്ടാവിൻ്റെ മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ടല്ലേ അഭിനയിക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞ പോലെ നമ്മൾക്കുള്ള വികാരം എന്നുള്ളതിനേക്കാളുപരി നമ്മൾ എന്താണ് ആ പാട്ടിലുള്ള വികാരം എന്നുള്ളത് ഉൾക്കൊള്ളുന്നതിലാണ് ഒരു പ്ലേബാക്ക് സിംഗറുടെ സിഗ്നേച്ചർ എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫാസ്റ്റ് പാട്ട് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പാട്ട് പാടിയാലും അതിലേക്കായി പാടുക. അപ്പോൾ ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ പാടുന്ന സമയത്ത് നമ്മൾ ഒരിക്കലെങ്കിലും പള്ളിയിൽ പോയിട്ടുള്ള ആളാണെങ്കിൽ, ഒരിക്കലെങ്കിലും ആ തിരുരൂപത്തിന് മുമ്പിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള ആളാണെങ്കിൽ ആ അന്തരീക്ഷവും അവിടുത്തെ ഒരു നമുക്കുണ്ടാകുന്ന ഒരു വൈബ്രേഷനും ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വരുമല്ലോ പാടാൻ നിൽക്കുന്ന സമയത്ത്. അപ്പോൾ അത് പൂർണ്ണമായിട്ടും അവിടെ ദൈവത്തിൽ അർപ്പിച്ച് തന്നെയാണ് പാടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സുധീപ ഒരു ഫീൽ എന്താ കാരണം വെച്ചാൽ നമ്മൾ ആർക്ക് വേണ്ടിയാണ് പാടുന്നുള്ളത്, പ്രേക്ഷകർക്ക് വേണ്ടിയാണ് പാടുന്നത്. അപ്പോൾ അവർക്ക് ആ ഫീല് പകർന്നു കൊടുക്കാൻ കഴിയുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യം നമ്മൾ ഫീൽ ചെയ്യണം, ആദ്യം നമ്മൾ ഫീൽ ചെയ്യണം, നമ്മുടെ മനസ്സിൽ ടച്ച് ചെയ്യണം, എന്നാലേ പറ്റുള്ളൂ. ഒരുപാട് പേരെ ഭക്തി സാന്ദ്രതയിൽ കൊണ്ട് അദ്ദേഹം കുളിപ്പിച്ചിട്ടുണ്ടാവും. രാജലക്ഷ്മിക്ക് ഭക്തി ഇല്ലേ? പിന്നെ നല്ല ഭക്തിയുണ്ട്, നല്ല ഭക്തിയുണ്ട്. ആ ഭക്തിയിൽ ഈ പറഞ്ഞ ഈ ഗാനങ്ങളൊക്കെ ഒഴുകി വരുന്നുണ്ടോ? ഉറപ്പായിട്ടും. ഇപ്പം ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചാർലി എന്ന് പറഞ്ഞ സിനിമയിൽ പാടിക്കുന്ന ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ് ആണ്. ഡിവോഷണൽ സോങ്ങിന് പറ്റിയ ഒരു ശരീര ലാംഗ്വേജ് ഉള്ള ആളായിട്ടാണ് കാണുക. അങ്ങനെയൊക്കെ എന്താ കാരണം എന്നറിയോ? രാജലക്ഷ്മി വളരെ ഒതുക്കവും അടക്കവും, എന്താ പറയാ, വേണമെങ്കിൽ തലയിലൂടെ വേണമെങ്കിൽ ഒരു തിട്ട് കഴിഞ്ഞാൽ വേണേൽ കന്യാസ്ത്രീയാകാം, വേണമെങ്കിൽ ഒരു വേറെ രീതിയിൽ ഒരു തിട്ട് കഴിഞ്ഞാൽ വേറെ രീതിയിലാകാം, വേണേൽ ഒരു യോഗിനിയാക്കി വേണേൽ മാറ്റാൻ വേണം. ഇല്ലേ സുധീപേ? കാണുമ്പോൾ പുതിയ ഒരു കണ്ടുപിടുത്തമാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളെല്ലാം രാജി അതന്നെ പറഞ്ഞോണ്ടത്, നമുക്ക് സ്റ്റേജിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പാടാൻ പറ്റില്ല, അങ്ങനെ ഒരു ശീലമില്ല. ചില ആളുകൾ നമ്മൾ അത്ഭുതപ്പെട്ടു എങ്ങനെ പാടുന്നു, അത് അവരുടെ കഴിവാണ്, അത് നമുക്കില്ല. അത് ചില ആൾക്കാർക്ക് സ്റ്റേജിൽ കിടന്ന് തുള്ളിയാൽ മാത്രമേ ചാടിയാൽ മാത്രമേ പാട്ട് വരുള്ളൂ. അല്ല, അത് ഓരോ ആളുകളുടെ അതൊരു കഴിവാണ്, അത് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും പറ്റും. രാജലക്ഷ്മിയെ കാണുമ്പോൾ വളരെ സ്റ്റില്ലായിട്ട് എല്ലാം ഭയഭക്തി സാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡിവോഷണൽ സോങ് പാടാനുള്ള ശരീരഭാഷ രാജലക്ഷ്മിക്കുണ്ട്. എനിക്കും അത് തരൂല്ലേ? സുധീപിന്റെ മറ്റു ചില വശങ്ങൾ നമുക്ക് അറിയാവുന്നതുകൊണ്ട് പിന്നെ അത്രത്തോളം അങ്ങോട്ട് തരുന്നില്ല. വരട്ടെ. രാജലക്ഷ്മി ഞങ്ങളുടെ ഈ വിദ്യാലയത്തിൽ വന്ന കാലം ഇപ്പോൾ ഞാൻ ഓർക്കുകയാണ്. 2ാം ക്ലാസ്സിലേക്കാണ് രാജലക്ഷ്മി ഇവിടെ വന്നത്. രാജലക്ഷ്മി ഞങ്ങളുടെ വിദ്യാലയത്തിൽ ആയിരുന്ന കാലത്ത് ഞങ്ങളുടെ ജീവൻ്റെ അപ്പം എന്ന കാസറ്റിലേക്ക് പാടിയ ആ പാട്ടിൻ്റെ 4 വരികൾ ഒന്ന് ഇപ്പോൾ പാടാമോ?
ഞാൻ വെറുതെ പറഞ്ഞാലും സുധീപ് മനസ്സിലായി. ആദ്യത്തെ സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു. സെയിന്റ് ആൻസ് ഏലൂർ, അവിടെയാണ് ഞാൻ പഠിച്ചത്. എനിക്കെല്ലാം കിട്ടിയത് അവിടെ നിന്നാണ്. സിസ്റ്റർ പാട്ട് കൊണ്ട് സിസ്റ്ററെ വീഴിച്ചോ? സാധാരണ സിസ്റ്റർമാരെ വീഴിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. അല്ല, സിസ്റ്റർമാർക്ക് ഞാൻ സിസ്റ്റർമാരുടെ ഒരു പെറ്റായിരുന്നു. മദറും സിസ്റ്ററും ആണ് എന്നെ എന്താ പറയാ ഒരുപാട് സ്നേഹം തന്നിട്ടുണ്ട്. അത് അവിടുത്തെ സഭയുടെ ഒരു CD ചെയ്തപ്പോൾ സ്കൂളിൽ നിന്ന് എന്നെ തെരഞ്ഞെടുത്തിട്ട്, സ്കൂളിൽ നിന്നല്ല അവരുടെ ഒരു റെക്കമെൻഡേഷനിൽ സിസ്റ്റർ എന്നെ വിളിച്ചിട്ട്. സിസ്റ്റർ ഏത് പാട്ടിനെ കുറിച്ചാണ് പറഞ്ഞത്? സിസ്റ്റർ പറഞ്ഞത് ജീവന്റെ അപ്പം എന്നൊരു ഇതാണ്. അതിൽ 3 പാട്ട് ഞാൻ പറഞ്ഞതൊക്കെ സുധീപ് കണ്ട. എനിക്ക് എന്തോ ഒരു പ്രവചന ശക്തിയുണ്ട്. പറ്റിയ ഒരാളാണ്. 4 വരി പാടാൻ സിസ്റ്റർ പറഞ്ഞുകൊണ്ട് കറക്റ്റ് 4 വരി തന്നെ പാടി. എന്ന കാരണം ഞാൻ അനുസരണക്കേട് വേണ്ടത്. പല്ലവി അത്രേ ഉള്ളൂ. സിസ്റ്റർ വരട്ടെ, ഒരാളും കൂടി വരാൻ വേണ്ടി രാജലക്ഷ്മിയോട് എന്തോ പറയാൻ വേണ്ടി വരുന്നു. നോക്കട്ടെ. രാജി ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജൂനിയർ ആയിരുന്നു കോളേജിൽ. പക്ഷെ അതിനേക്കാളൊക്കെ മുമ്പ് എനിക്ക് രാജീനെ അറിയാം. കാരണം ഒരു ഗാനമേളകൾ പാടി തുടങ്ങിയ 2 പേരിൽ, കൊച്ചിയിലുള്ള 2 പേരിൽ 2 പേര് ഞങ്ങളായിരുന്നു. ഞാൻ കൊച്ചിൻ കോറസിൽ പാടുമായിരുന്നു. രാജി ഒരുപാടധികം ട്രൂപ്സിൽ പാടുമായിരുന്നു. ഞാനും രാജി എന്നിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് പ്രോഗ്രാംസിന് ഒന്നിച്ചുണ്ടാവും. അങ്ങനെ ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ വന്ന 2 പേരാണ് ഞങ്ങൾ 2 പേരും. അന്ന് തുടങ്ങി എനിക്ക് രാജീനെ അറിയാം. രാജിയുടെ അമ്മ രാജീനെ ഒരുപാടധികം പ്രോത്സാഹിപ്പിച്ച് പാട്ടൊക്കെ പഠിപ്പിച്ച് കൊണ്ടുവന്നത് ആൻറ്റി തന്നെയാണ്. അന്നും രാജി നല്ല ഫസ്റ്റ് ക്ലാസ് ആയിട്ട് പാടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എനിക്കിപ്പോഴും ഓർമ്മ അതാണ്. രാജലക്ഷ്മി എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര അസാധ്യ ഒരു പാട്ടുകാരി എന്നുള്ളൊരു ഫീലാണ് അന്നും ഇന്നും. അത് കഴിഞ്ഞ് കോളേജിൽ കയറിയപ്പോഴും അവൾ എൻ്റെ ജൂനിയറായിട്ട് വന്നു. അവർ ആ ഒരു കൊല്ലത്തെ എല്ലാ MG യൂണിവേഴ്സിറ്റി ഫസ്റ്റും മേടിച്ചിട്ട് വരുന്ന രാജി കാരണമാണ്. അവർ കുറച്ച് പാട്ടുകാരുണ്ടായിരുന്നു, സംഗീത പ്രഭു, രാജിയൊക്കെ. രാജി ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരണം എന്ന് പറയും. അതുപോലെ തന്നെ ലേറ്റായിട്ടില്ലെങ്കിൽ ഒട്ടും ലേറ്റ് ആയിട്ടില്ല. രാജിക്ക് പറ്റിയ ഒരുപാടധികം പാട്ടുകൾ പാടിയിട്ടുണ്ട്. മാത്രമല്ല അപ്കമിങ് മൂവിയായ ചാളി എന്ന് പറയുന്ന മൂവിയിലുള്ള ആ ഒരു പാട്ടിൻ്റെ 4 വരി എനിക്ക് വേണ്ടി പാടണം. ദാറ്റ്സ് മൈ ഫേവറേറ്റ് നൗ. ഓൾ ദി ബെസ്റ്റ്. എന്നെല്ലാം നല്ല വാക്കുകളാണ് രാജിയെ കുറിച്ച്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു ദിവസം എനിക്ക് തോന്നി ഇങ്ങനെ രഞ്ജിനിനെ ഫോൺ വിളിക്കുന്നത് കണ്ടിരുന്നോ? ഞാൻ സർപ്രൈസ്ഡ് ആണ്. രഞ്ജിനെ ഫോൺ വിളിക്കുന്നത് കണ്ടിരുന്നല്ലേ? അല്ല, അല്ലെങ്കിൽ രഞ്ജിനിയായിട്ടൊക്കെ എപ്പോഴും. പക്ഷെ ഇത് ഞാൻ അറിഞ്ഞില്ല, അവളും പറഞ്ഞില്ല. പറഞ്ഞിട്ടില്ല. രഞ്ജിനി ഞാൻ ഒരു കോളേജിലാണ് പഠിച്ചത്, സെന്റ് തെരേസസ്. രാജി ജൂനിയർ ആയിട്ടല്ലേ പഠിച്ചത്? ഒരു വർഷത്തെ ജൂനിയറേ ഉള്ളൂ അല്ലേ? പക്ഷെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് വർഷത്തെ ജൂനിയർ ആയിട്ടുള്ള ചാർലിയിലെ ഗോപി സുന്ദരേട്ടനാണ് മ്യൂസിക്. പക്ഷെ രാജി ആരാണ് യഥാർത്ഥത്തിൽ രഞ്ജിനി റോസിനെ വിളിച്ചതെന്നുള്ളത് കാണണോ? സുധീപേട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സുധീപേട്ടനെ ഒരുപാടധികം കാലമായിട്ട് അറിയാം. ഒരുപാട് ഷോസിന് പണ്ട് മുതലേ ഞാൻ പാടുമ്പോൾ സുധീപേട്ടനുണ്ട്. എൻ്റെ ഒരു കരിയറിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങി ഞാൻ കാണുന്ന ഒരു സീനിയർ ആർട്ടിസ്റ്റാണ് സുധീപേട്ടൻ. അന്നൊക്കെ സുധീപേട്ടൻ കാര്യം ഉമ്മപ്പെണ്ണിനെ പാടാൻ തുടങ്ങിയെങ്കിലും ഇപ്പം ഈ അടുത്ത ഇടയ്ക്ക് M ജയചന്ദ്രൻ സാറിൻ്റെ പാട്ടുകൾ ഒരുപാടധികം പാടി ഫേമസ് ആയി. അപ്പം അന്ന് ഞാൻ പറയുമായിരുന്നു, സുധീപേട്ട നോക്കിക്കോ ഒരു ദിവസം, ഫോർ യുവർ ടാലൻറ്റ് യു വിൽ ഹാവ് യുവർ ഡേ എന്ന് ഞാൻ അന്നും പറയുമായിരുന്നു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഹോട്ട് സീറ്റിൽ സുധീപേട്ടൻ ഇരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് തന്നെയാണ്. ഭയങ്കര ഒരു സന്തോഷമുണ്ട് സുധീപേട്ടന് ഏൺ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസേർവ് ചെയ്യുന്ന ഒരു സ്ഥാനമാണ് ഇപ്പോൾ ഉള്ളത്. ഒരുപാടധികം പാട്ടുകൾ പാടി. ഐ തിങ്ക് ശ്രേയ ഘോഷാൽ എന്ന് പറയുന്ന ഒരു തരംഗത്തിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടിയത് ആളുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒന്ന് സുധീപേട്ടനായിരിക്കും. സോ ഐ എം റിയലി ഹാപ്പി ഫോർ യു. ദൈവം സഹായിച്ച് ഇനിയും ഒരുപാടധികം പാട്ടുകൾ മുന്നോട്ട് കിട്ടട്ടെ. രഞ്ജിനി എൻ്റെ ഈ പറഞ്ഞ പോലെ വർഷങ്ങളായിട്ട് എൻ്റെ ഒരു സുഹൃത്താണ്, പരിചയമുള്ള ആളാണെങ്കിലും ഇവിടെ ഞാൻ ഈ സ്ക്രീനിൽ രഞ്ജിനിയെ പ്രതീക്ഷിക്കില്ല. ഞാനും പ്രതീക്ഷിച്ചില്ല കേട്ടോ. നിങ്ങൾക്ക് 2 പേർക്ക് സർപ്രൈസ് ആയിട്ട് വെച്ചിട്ടാണ് രഞ്ജിനി ഇങ്ങനെ നിങ്ങളോട് പറയാതിരുന്നത്. സുദീപൻ്റെ ജീവിതത്തിൽ ഒരുപാട് എന്താ പറയുക പല മടങ്ങുകളുണ്ടായിരുന്നു. അതിൽ ഒരുപാട് ആൾക്കാരുടെ സ്പർശം, അനുഗ്രഹം, കാരുണ്യം, സ്നേഹം എല്ലാം സുദീപിന് കിട്ടിയിട്ടുണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും അതിന് ശേഷമൊക്കെ സുദീപിനെ ഇപ്പം ഒരുപാട് പാട്ടുകൾ പഠിപ്പിച്ച M ജയേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ സ്നേഹവായ്പ. പക്ഷേ ഒരു വലിയൊരു മനുഷ്യൻ്റെ ഒരു വലിയൊരു വടവൃക്ഷത്തിൻ്റെ ഒരു തണൽ എപ്പോഴും സുദീപിൻ്റെ പേരുമായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട്, ദേവരാജൻ മാസ്റ്റർ. എനിക്ക് തോന്നുന്നു ആ ഒരു ലേബലൊക്കെ അത്യപൂർവമായിട്ടാണ് ആൾക്കാർ കിട്ടുക. പ്രത്യേകിച്ച് നിങ്ങളെപ്പോലുള്ള ഈ ചെറുപ്പക്കാരുടെ ബ്രാക്കറ്റിലുള്ള ആൾക്കാർ. മുൻ തലമുറയ്ക്കൊക്കെ അത് സ്വാഭാവികമായിരുന്നു. ഇപ്പോൾ ആൾക്കാർക്ക് ദേവരാജൻ മാസ്റ്റർ എടുത്ത് പോയിരുന്ന ഒരാളായിരുന്നു, അല്ലെങ്കിൽ ഒരു കീർത്തനമെങ്കിലും അവിടെ പാടിയിട്ടുണ്ട് എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. വേണമെങ്കിൽ ഒരാൾ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയുണ്ട്. നമ്മുടെ ക്ലാസ്സിനിടയ്ക്കും നമ്മൾ ദേവരാജ മാസ്റ്ററിൻ്റെ പാട്ടുകൾ പാടുകയും മാസ്റ്ററിൻ്റെ പാട്ടുകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്യുമായിരുന്നല്ലോ.
സുദീപിൻ്റെ അച്ഛനും മാസ്റ്ററുടെ വലിയൊരു ആരാധകനായിരുന്നു. സുദീപൻ മിക്കവാറും മാസ്റ്ററുടെ പാട്ടുകൾ അന്ന് പാടാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു സുദീപിന്. ഒരു മഹാഭാഗ്യം പോലെ പിന്നീട് സുദീപിന് മാസ്റ്ററുടെ അടുത്ത് ചെന്ന് ശിഷ്യപ്പെടാനും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെ വേദിയിൽ വെച്ച് തന്നെ സുദീപ് ആലപിക്കാനും സുദീപിന് ഭാഗ്യമുണ്ടായി. അതെനിക്ക് വളരെയധികം സന്തോഷം തരുന്നൊരു കാര്യമാണ്. സുദീപിൻ്റെ ഗുരുനാഥനാണ്. ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ പോരാ, എന്നെ ഏറ്റവും അധികം കാലം സംഗീതം എനിക്ക് പഠിപ്പിച്ചു തന്നതും എനിക്ക് സംഗീതത്തിൽ എൻ്റെ അടിസ്ഥാനം അവിടെ നിന്നാണ്. എന്നുവെച്ചാൽ എനിക്കൊരു 10 വയസ്സുള്ളപ്പം മുതൽ എൻ്റെ വീട്ടിൽ വന്ന് തന്നെ നമ്മുടെ സൈറ്റ്സ് ആണ് ഒരുപാട്. അതെ 10 അല്ല, പക്ഷേ ഞാനങ്ങനെ സംഗീതം പഠിക്കുന്നതിൽ അന്ന് കുഴപ്പമൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് വന്ന് പഠിപ്പിക്കുമായിരുന്നു. എനിക്കൊരു 20 വയസ്സ് ഉള്ള 21 വയസ്സ് വരെ തുടർച്ചയായിട്ട് 10-11 വർഷം 11 വർഷം അദ്ദേഹം തുടർച്ചയായി അദ്ദേഹം പഠിപ്പിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ. അപ്പോൾ സുദീപിൻ്റെ ഏറ്റവും ദീർഘകാലത്തെ ഗുരുനാഥൻ്റെ വേണമെങ്കിൽ അദ്ദേഹത്തെ വേണം വിശേഷിപ്പിക്കും. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കീഴിൽ പഠിച്ചപ്പം അദ്ദേഹം ഭയങ്കര ദേവരായ മാസ്റ്ററുടെ ആരാധനാണ്, കടുത്ത ആരാധകനാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും പാട്ടുകളെക്കുറിച്ച് ചർച്ച, നേരത്തെ ഇതൊന്നും പറഞ്ഞ പോലെ തന്നെ ഓരോ പാട്ടുകളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും ആ പാട്ടിൽ ഇങ്ങനെയുണ്ട്, ഈ പാട്ടിൽ ഇങ്ങനെയുണ്ട്, അതിൽ ഈ രാഗം ഇങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നൊക്കെ അന്ന് മുതലേ പറയുകയും മനസ്സിലുണ്ട്. പക്ഷേ ഞാനൊരു സ്വപ്നം കണ്ടതല്ല, ഈ ദേവരായ മാസ്റ്ററുടെ ശിഷ്യത്വം എന്ന് പറയുന്ന സ്വപ്നം കണ്ട കാര്യമല്ല. 7 വർഷങ്ങൾക്ക് ശേഷമാണ് മാസ്റ്ററെ കണ്ടതും ആയതൊക്കെ. പിന്നെ അതിനുശേഷം അദ്ദേഹം ക്ലാസിക്കൽ മ്യൂസീഷ്യനാണ്, കച്ചേരികളാണ് പാടുന്നതെങ്കിലും ലൈറ്റ് മ്യൂസിക്കിൽ അദ്ദേഹത്തിനൊരു താല്പര്യമുണ്ട്. ഒരുപാട് ഡിവോഷണൽസ് ചെയ്തിട്ടുണ്ട്. ഒരു സിനിമയ്ക്കും അടുത്ത കാലത്ത് 2 സിനിമകൾ മ്യൂസിക് ചെയ്തു. 2 സിനിമയിലും എന്നെ കൊണ്ട് പാടിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി. ജയലക്ഷ്മി, ഈ പറഞ്ഞ ഈ സുദീപിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ആസ്ഥാനത്തും ആ സമയത്തൊക്കെ ഈ മൊബൈൽ വെച്ചിട്ടൊരു ചെറിയ കളിയും. അത് ഇപ്പം ഇല്ല, പണ്ടുണ്ടായിരുന്നു. ആ ഒരു മൊബൈൽ കൊണ്ടാണ് ഒരു പക്ഷേ ദേവരാജൻ മാസ്റ്ററുടെ അടുത്ത് നേരത്തെ കടന്നുകൂടേണ്ട അദ്ദേഹം കുറച്ചൊന്ന് മാറിപ്പോയത്. അറിയാമോ കഥ? ഇതാണ് ജയലക്ഷ്മി. ഞാൻ ഇവിടെ വന്നിരിക്കണം ചില കഥകൾ അറിയണമെങ്കിൽ. മൊബൈൽ കൊണ്ട് ഒരുപാട് ബന്ധങ്ങൾ തകർന്നിട്ടുണ്ട്, ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ബന്ധം അതെന്തായാലും അറിയണം. സുദീപ പറയും. അത് ഭയങ്കര രസകരമായൊരു സംഭവമാണ്. നമ്മൾ കോഴിക്കോട് ഞാൻ നമ്മുടെ ഒരു മ്യൂസിക് ഡയറക്ടർ തേജില്ലേ, തേജേട്ടൻ്റെ ഒരു റെക്കോർഡിങ്ങിന് പാടാൻ 99-ലാണ് 1999 ഒരു ഡിവോഷണൽ പാടാൻ വേണ്ടി ഞാൻ കോഴിക്കോട് പോന്നു. അവിടെ ചെന്ന് ഉച്ച കഴിഞ്ഞാണ് റെക്കോർഡിങ്. അപ്പോൾ രാവിലെ ഞാൻ ഇവിടെ റൂമിലിരിക്കുന്ന സമയത്ത് NP പ്രഭാകരൻ സാർ, സംഗീത സംവിധായകൻ, അദ്ദേഹം എൻ്റെ ഒരു ബന്ധു കൂടിയാണ്. പ്രഭാകരൻ സാറും നമ്മുടെ PK ഗോപി സാർ പാട്ട് എഴുതുന്നത്, ഇവർ രണ്ടുപേരും കൂടെ കോഴിക്കോട് ടൗണിലുണ്ട്. എന്നിട്ട് ദേവരായ മാസ്റ്റർ അവിടെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഒരു ചികിത്സയിലാണ്, അവിടെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ഞാൻ പ്രഭാകരൻ സാറിനെ വിളിക്കും എപ്പോൾ കോഴിക്കോട് ചെന്നാൽ. വിളിച്ചപ്പോൾ പ്രഭാകരൻ സാർ പറഞ്ഞു, നീ കൂടെ വരുന്നെങ്കിൽ ദേവരായ മാസ്റ്ററെ കാണാം. അപ്പോൾ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ആളാണ്. അപ്പം എനിക്ക് വലിയ ആഗ്രഹത്തോടുകൂടി ഞാൻ ദേവരായ മാസ്റ്ററെ കാണാം. അന്ന് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് വളരെ കുറവാണ്. 99 ഇങ്ങോട്ടായി വരുന്നതേ ഉള്ളൂ ഫോൺ. അപ്പം ഞാൻ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. അന്നത്തെ ഫോണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഇഷ്ടിക പോലത്തെ ഈ മൈക്കിൻ്റെ അത്ര നീളമുണ്ട്, പിന്നെ നല്ല വലിപ്പമുണ്ട്. റിംഗ് ടോൺ ഇന്നത്തെ പോലെ സ്വീറ്റ് പാട്ടുകളോ സ്റ്റീരിയോ സൗണ്ടൊന്നും അല്ല. അതിനകത്ത് വളരെ ക്രൂരമായ ഒരു ശബ്ദമാണ് അതിനകത്ത് കേൾക്കുന്നത്, റിംഗ് ടോണായിട്ട്. അപ്പോൾ ആ ഫോണും വെച്ചിട്ടുണ്ട് എൻ്റെ കയ്യിൽ. ദേവരായ മാസ്റ്റർക്ക് മൊബൈൽ ഫോണാണ് അലർജിയാണെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനവിടെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ മാസ്റ്ററെ കാണാൻ വേണ്ടി ചെല്ലുന്നു. അപ്പോൾ നമ്മൾ ചെന്ന് എന്നെ പരിചയപ്പെടുത്തി. അവർ രണ്ടുപേരും അറിയാമല്ലോ, വളരെ അടുത്ത്. മാസ്റ്ററുടെ വൈഫും ഉണ്ട് കൂടെ. പറഞ്ഞു ഇതൊരു പുതിയ പാട്ടുകാരനാണ്. മാസ്റ്റർ എന്നെ കിടന്നുകൊണ്ട് തന്നെ നോക്കി. എവിടെയാണ് നിൻ്റെ വീടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ വീട് ആലപ്പുഴയിലാണ്, ഞാനിപ്പം തിരുവനന്തപുരത്ത് ലോ കോളേജിൽ പഠിക്കുകയാണ്, ഞാൻ ഫൈനൽ ഇയർ പഠിക്കുകയാണ്. ഓ ശരി എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പുകര് കിടന്ന ഫോൺ അതിഭീകരമായ ശബ്ദത്തിൽ അടിക്കുന്നു. അപ്പം മാസ്റ്ററിനെ ഈ നമ്മൾ ദഹിച്ചു പോകുന്ന നോട്ടം എന്ന് പറയില്ലേ, തീക്ഷ്ണമായ ഒരു നോട്ടം നോക്കി. ഞാൻ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് മാറി റൂമിൽ അവിടെ നിന്നിട്ട് പറഞ്ഞു, പിന്നെ വിളി ആരോ സംസാരിച്ചിട്ട് ഞാനാണെങ്കിൽ കോൾ വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ സ്റ്റുഡിയോയിൽ നിന്ന് വിളിച്ചാൽ എനിക്ക് പോകണം. അതിന് വേണ്ടിയിട്ട് കൂടെ ഞാൻ അത് റിംഗർ ഓഫ് ചെയ്യണം എന്നുള്ള ഒരു ഔചിത്യം എനിക്കന്ന് ഉണ്ടായില്ല. കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് പിന്നെയും മാസ്റ്ററോടെ സംസാരിക്കും കൂടെ നിൽക്കുന്നു. അടുത്ത തവണ വീണ്ടും ബെല്ലടിക്കുന്നു. പാൻസിൻ്റെ പോക്കറ്റ് എടുത്തൊക്കെ വന്നപ്പോൾ സമയം പോയി, കുറേ ബെല്ലടിച്ചു. മാസ്റ്റർ അതിശക്തമായ ശബ്ദത്തിൽ താക്കീത്, ഇവനെ പിടിച്ച് പുറത്ത് കളയാൻ പറഞ്ഞു. ഇവനെ ഇതിനകത്തിന് കയറ്റരുതെന്ന് പറഞ്ഞു. എന്നെ ഒരു കഴുത്തിന് പിടിച്ച് തള്ളിയില്ല, സ്നേഹപൂർവ്വം പിടിച്ച് വെളിയിൽ ഇറങ്ങി ഔട്ടാക്കി. ഞാൻ പുറത്ത് ആ ഹോസ്പിറ്റലിൻ്റെ കൊറിഡോറിൽ നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. തിരിച്ച് റീ എൻട്രി ഇല്ല. ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ പൊളിഞ്ഞു പോയി. അപ്പോൾ
ദേവരാം മാസ്റ്റർ വൈഫ് ലീലാമ്മ എൻ്റെ കൂടെ പുറത്ത് വന്നിട്ട് പറഞ്ഞ് അച്ഛൻ കുറച്ച് ദേഷ്യക്കാരനാണ്, മോനൊന്നും കാര്യമാക്കണ്ട, കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും, ആ ഫോൺ ഓഫ് ചെയ്ത് വെച്ചേക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഫോണൊക്കെ ഓഫ് ചെയ്ത് വെച്ച് ഒരു 10 മിനിറ്റോളം വെളിയിൽ തന്നെ നിന്നു. അപ്പം അതൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വരാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ കാലുള്ളിലിട്ടു, പിന്നെ കൈ ഉള്ളിലിട്ടു, പിന്നെ തലയുള്ളിൽ, അങ്ങനെ അതൊക്കെ അകത്ത് ഒരു വിധത്തിൽ കയറി പറ്റി. അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ട് അതുവരെ മാസ്റ്റർ എന്നെ മൈൻഡ് ചെയ്തില്ല. ഞാൻ ആ മൂലയ്ക്ക് മാറി നിന്നു. കുറേ കഴിഞ്ഞ് ഇറങ്ങാറായപ്പോൾ നീ എന്തോ പാട്ടുകാരനാ, എന്ത് പാട്ടാണെന്നൊക്കെ ചോദിച്ചു. പറഞ്ഞ ഇങ്ങനെ 1-2 കാസറ്റുകളിലും അതിലൊക്കെ പാടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു കാസറ്റിൻ്റെ പാടാൻ വേണ്ടി വന്നതാണ്. ഓ ശരി പോയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് ഒന്നും സംഭവിച്ചില്ല, കൂടുതലായിട്ട് ഒന്നും സംഭവിച്ചില്ല. ഒരു പ്രതീക്ഷിച്ചിരുന്നൊരു വൈബ് അവിടെ നഷ്ടപ്പെട്ടു പോയി. മാത്രമല്ല അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പം അവിടെ പോയ ഒരു കാര്യമില്ല, ഈ ഫസ്റ്റ് ഇംപ്രഷൻ നശിച്ചു പോയല്ലോ, പിന്നെ കാര്യമില്ല. പിന്നെ ഒരു വർഷം കഴിയുന്നു, തിരുവനന്തപുരത്ത് നമ്മുടെ കമുകുറ ഫൗണ്ടേഷൻ്റെ ഒരു പ്രോഗ്രാം നടക്കുന്നു. ദേവരാം മാസ്റ്റർ കുറച്ച് പാട്ടുകൾ ഞാൻ പാടിയ പ്രോഗ്രാം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഫോട്ടോഗ്രാഫർ ഗോപാലകൃഷ്ണൻ ചേട്ടനുണ്ടല്ലോ തിരുവനന്തപുരത്ത്, ഗോപാലകൃഷ്ണൻ ചേട്ടൻ വന്നിട്ട് പറയുന്നു ദേവരാം മാസ്റ്റർ ഒരു പ്രോഗ്രാം ഉദ്ദേശിക്കുന്നുണ്ട്, അപ്പോൾ അതിൽ പാടാനായിട്ട് മാസ്റ്റർ പാട്ടുകളൊക്കെ പാടുന്ന ആളല്ലേ, ഒന്ന് പോയി ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു സാധാരണ ഗാനമേള ട്രൂപ്പിൽ ഒരാളെ അന്വേഷിക്കുന്ന പോലെ ചെന്ന് കണ്ടങ്ങ് പാടിയാൽ മതി എന്ന് വിചാരിച്ചു. മാത്രമല്ല അതത്ര ഓർമ്മ ഉണ്ടാകാൻ വഴിയില്ല, ഇത്ര പ്രായമായ മനുഷ്യനല്ലേ, എന്തായാലും ഓർമ്മ ഉണ്ടാവില്ല എന്നുള്ള ധാരണയിൽ ഞാനത് കഴിഞ്ഞിട്ട് മൊബൈൽ ഫോണുമായിട്ടാണ് പോകുന്നത്. മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് സൈലൻ്റ് ആക്കി വെച്ചിട്ട് കരമനയിലെ ദേവരാം മാസ്റ്റർ വീട്ടിൽ പോകുന്നു. ചെന്ന് മറ്റേ ആളല്ല, ഒരു ഒന്നും അറിയാത്ത പോലെ ചെന്ന് കയറി ഫ്രഷായിട്ട് ചെല്ലുന്ന പോലെ ചെന്നു. മാസ്റ്റർ വിഷ് ചെയ്ത് ഇരിക്കുമെന്ന് പറഞ്ഞു അവിടെ ഇരുന്നു. ഏതോ സിനിമയിൽ മറ്റേ മോഹൻലാലും ശ്രീനിവാസനും മറ്റേ മുതലാളി എന്ന് അടിച്ചിട്ട് പിന്നെ ചെന്ന് കയറുമ്പോൾ മുതലാളി ഇരിക്കുന്നു. അപ്പം പല വേഷം മാറില്ലേ, ഇതുപോലെ വേഷം മാറിയില്ല, പക്ഷെ എന്നാലും വേറെ ആണെന്ന് ആക്കാൻ വേണ്ടി മുഖമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോയി. അവിടെ ചെന്ന് അവിടെ നിന്നപ്പോഴത്തേക്ക് മാസ്റ്റർ ഇരിക്കൂ എന്ന് പറഞ്ഞ് ഒരു പായ ഇട്ട് അവിടെ ഇരുന്നു. അപ്പോൾ ഒരു ഹാർമോണി ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വേറൊന്നും ചിന്തിക്കുന്നില്ല, അവിടെ ചെന്ന് കണ്ട് സംസാരിച്ചിട്ട് പോയി എന്നാ പ്രോഗ്രാം ചോദിക്കുന്നുള്ള. പക്ഷെ അങ്ങനെയല്ല അവിടുത്തെ രീതി. മാസ്റ്റർ പറഞ്ഞു ഹാർമോണിയം ഇങ്ങെടുക്കുമെന്ന് പറഞ്ഞു. ഹാർമോണിയം എടുത്ത് കട്ടിൽ വെച്ച് കൊടുത്തു. എന്തെങ്കിലും ഒന്ന് പാടുമെന്ന് പറഞ്ഞു. ഞാൻ തകർന്നു പോയി. കാര്യം ഞാൻ മാസ്റ്റർ ഒരു പാട്ട് പ്രാക്ടീസ് ചെയ്തിട്ടോ പ്ലാൻ ചെയ്തിട്ടോ ഒന്നും പോയതല്ല. എന്തോ ഒരു ധൈര്യത്തിൽ സ്വർഗപുത്രി നവരാത്രി പാടി കേൾപ്പിച്ച് കഴിഞ്ഞാൽ മാസ്റ്റർ അതിനകത്ത് കുറേ കുഴപ്പങ്ങൾ പറഞ്ഞു. നീ ഇങ്ങനെ പാടുന്നത് അതൊന്നും ശരിയല്ല, അത് നിൻ്റെ ശ്രുതി ഏതാണ് ചോദിച്ചിട്ട് അത് മേലെ പാടുമ്പോൾ ഇങ്ങനെ ആവണം, താഴെ പാടുമ്പോൾ ഇങ്ങനെ ആവണം, ഇതൊന്നും നിൻ്റെ ശരിയല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കറിയാം മാസ്റ്ററുടെ ഒരു സംഗീത ചിന്ത വെച്ച് നോക്കുമ്പോൾ ഞാനൊന്നുമല്ല. അപ്പോൾ എന്നിട്ട് ഒരു വാക്ക് പറഞ്ഞു, അതാണ് എൻ്റെ ഇന്നും ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകുന്ന എൻ്റെ കോൺഫിഡൻസ് അതാണ്. പക്ഷേ നീ വിചാരിച്ചാൽ നിനക്ക് നല്ലൊരു പാട്ടുകാരനാവാം, പക്ഷെ അത് നീ തന്നെ വിചാരിക്കണം എന്ന് പറഞ്ഞു. വേറെ ആരും വിചാരിച്ചില്ല. അപ്പം എന്ന് പറഞ്ഞിട്ട് മാസ്റ്റർ ഓരോരോ ഭാഗങ്ങളായിട്ട് ഒന്നുകൂടെ പാടിപ്പിക്കും. അങ്ങനെ ആ പാട്ട് 1 മണിക്കൂറോളം എടുത്ത് ആ പാട്ട് വീണ്ടും പാടി എന്നെ പഠിപ്പിച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു നീ എവിടെയാണ് താമസിക്കുന്നത്? അപ്പം ഞാൻ ലോഡ്ജിലാണ് താമസിക്കുന്നത്. അപ്പം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ ഇനി എന്ന് വരും എന്ന് ചോദിച്ചു. അപ്പം ഞാൻ നാളെ വരാൻ മാസ്റ്ററാണ്, നിനക്ക് സൗകര്യമുള്ള സമയത്തൊക്കെ ഇവിടെ വന്നാൽ ഞാൻ ഇതുപോലെ ഓരോ പാട്ടുകൾ പറഞ്ഞുതരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിത് ഭയങ്കര നിധി കിട്ടിയതുപോലെ സന്തോഷിച്ചു. ശരി, അപ്പോൾ നിനക്ക് എന്താ ഒന്നുമില്ല, നീ അതിന് എനിക്ക് പ്രത്യേകിച്ച് ഫീസൊന്നും തരണ്ട, നീ വന്നാൽ മതി, വന്നാൽ നിനക്ക് പറഞ്ഞു തരാം. ശരി മാസ്റ്റർ. അപ്പം ഇനി ഇവിടെ വന്നാൽ നീ കോളിംഗ് ബെല്ലൊന്നും അടിച്ച് ബഹളം ഉണ്ടാക്കരുത്, ഞാൻ ചിലപ്പോൾ ഉറങ്ങുമായിരിക്കും. ഞാൻ പറയില്ല മാസ്റ്റർ, വന്നാൽ നീ പായ എടുത്തിട്ട് ഇവിടെ ഇരുന്നോണം, ഞാൻ വന്നിട്ട് നമുക്ക് ശരി എന്ന് പറഞ്ഞു. അപ്പം നാളെ വരുമോ? ശരിയാണ് എന്ന് പറഞ്ഞു. ശരി മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ഇറങ്ങാൻ നേരത്ത് എന്നോട് നിന്റെ മറ്റേ കുന്തം നമ്മൾ അതുവരെ വേറെ മനുഷ്യരാണ്, അതുവരെ പിടിച്ചു വെച്ച മുഖം നോർമലായി, ഷേപ്പ് മാറി പഴയ രൂപത്തിലായി. അപ്പം ഞാൻ പറഞ്ഞ അതും കൊണ്ട് ഇതിനകത്ത് കയറിപ്പോരുത് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല മാസ്റ്റർ, ഞാനത് ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ മാസ്റ്റർ റീ എൻട്രി കിട്ടുന്നതും പിന്നീടാണ് മാസ്റ്ററുമായിട്ട് വലിയൊരു മാഷയുടെ സ്മരണയ്ക്ക് വേണ്ടി നമുക്കൊരു പാട്ട്, മാഷയുടെ ഒരു പാട്ട്. സുദീപിനെ പോലെയുള്ള ഒരു താരതമ്യം വേണമെങ്കിൽ രാജലക്ഷ്മിക്കും ഉണ്ട്. രാഘവൻ മാസ്റ്ററുമായിട്ടുള്ള ഒരു സംസർഗം, അതൊക്കെ അപൂർവമായി കിട്ടുന്ന സൗഭാഗ്യങ്ങളാണ്. എങ്ങനെ രാജലക്ഷ്മി? അത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് നന്ദകുമാർ എന്ന് പറഞ്ഞൊരു അങ്കിൾ ഉണ്ടായിരുന്നു. അങ്കിള് വഴി വന്നൊരു അവസരമാണ്. മാഗ്ന സൗണ്ട് എന്ന് പറഞ്ഞ മ്യൂസിക് കമ്പനി, ഒരു സമയത്ത് വലിയ ഓഡിയോ പ്രൊഡക്ഷൻസ് ചെയ്തിരുന്നൊരു കമ്പനി. മാഗ്ന സൗണ്ടിലുള്ള ആൾക്കാരും അങ്കിളും എല്ലാവരും കൂടി എന്നെ എറണാകുളത്ത് BTH ഹോട്ടലിൽ മ്യൂസിക് ഡയറക്ടർ സാറിനെ കാണാൻ വേണ്ടി. അപ്പോൾ എൻ്റെ അമ്മ പറയണ്ടോ, അയ്യോ രാജി അത് ആരാന്നറിയോ
എന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. പക്ഷെ രാജിക്കതിനെ കുറിച്ച് വലിയൊരു ഗായില്ല. എനിക്കിതില്ല. അപ്പൊ ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോ ഒരു വയസ്സായ ഒരു എൻ്റെ എന്താ പറയാ അപ്പൂപ്പനെ പോലത്തെ ഒരു, അപ്പൊ ഞാൻ അപ്പൂപ്പ തന്നെ വിളിച്ചേ. അപ്പൊ നീയാണോ പാടാൻ, അപ്പൊ മാസ്റ്ററാണത്, നീയാണോ പാടാൻ വന്നത്, എന്നാ ഒന്ന് പാടി ഒന്ന് കേക്കട്ടെ ഞാൻ. അപ്പൊ ഞാൻ ഏതൊക്കെയോ പാട്ടൊക്കെ പാടി. മാസ്റ്റർ ശരി എന്നാ നാളെ സ്റ്റുഡിയോയിലേക്ക് വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് ഫുൾ ലൈവ് ഓർക്കസ്ട്ര റെക്കോർഡിംഗ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അങ്ങനെ ഇല്ല, ഇനി അങ്ങനെ ഉണ്ടാവുമെന്ന് അറിഞ്ഞൂടാ. അന്ന് ഫുൾ എല്ലാ ബൂത്തിലും ഓരോ ഇൻസ്ട്രുമെൻറ്റും വയലിൻസും പാട്ടും എല്ലാം ഒരുമിച്ച്. അങ്ങനെ അതും ഡിവോഷണലായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ ഇന്നും കണക്കാക്കുന്നു. രാമമാഷ്ടർ പാട്ട് നമുക്ക് രാജയെ കൊണ്ട് പഠിപ്പിച്ചാലോ? ഒരാളെന്തോ പറയാൻ വേണ്ടി വരുന്നുണ്ട്, നോക്കാം നമുക്ക്. ഒരു 10-20 കൊല്ലം മുമ്പാണെന്ന് തോന്നുന്നു ഞാൻ രാജിയെ ആദ്യമായിട്ട് കണ്ടത്. അന്ന് രാജി എട്ടും പൊട്ടും തിരിയാത്ത പാവാടയും ബ്ലൗസും ഇട്ട് ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു. നന്നായി പാടുമായിരുന്നു. അതിനുശേഷം കാലചക്രം കറങ്ങി ഇന്ന് രാജി ഒരു ഭാര്യ, അമ്മ, പ്രസിദ്ധിയായ ഗായിക എന്നീ നിലയിലെത്തി. വളരെ അത്ഭുതത്തോടും ആഹ്ലാദത്തോടും അഭിമാനത്തോടും കൂടി രാജിയുടെ വളർച്ച ഞാൻ വീക്ഷിച്ചിരുന്നു. രാജിയിൽ കണ്ട 2 ക്വാളിറ്റീസ്: ഒന്ന് വിനയം, രണ്ടാമത് ഒരിക്കലും മറക്കാത്ത കടപ്പാടുകൾ. ഉദാഹരണം പറയുകയാണെങ്കിൽ കേരള സർക്കാരിൻ്റെ ബെസ്റ്റ് ഫീമെയിൽ സിംഗർ അവാർഡ് വാങ്ങാൻ വേണ്ടി സ്റ്റേജിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നെ മൊബൈലിൽ വിളിച്ചിട്ട്, രാജി അങ്കിൾ ഞാൻ അവാർഡ് വാങ്ങാൻ പോവുകയാണ്, എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അറിയാതെ തന്നെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. ആ കുട്ടി എന്നെ ഓർത്തല്ലോ. രാജിയോട് ചോദിക്കാൻ എനിക്ക് 2 ക്വസ്റ്റ്യൻസേ ഉള്ളത്. ഒന്ന്, ഞാൻ ആരാണെന്ന് മനസ്സിലായോ? രണ്ടാമത്തേത്, രാജിയും ഞാനും തമ്മിൽ കണ്ടുമുട്ടിയ സാഹചര്യം ഓർമ്മയുണ്ടോ? അത് ഓർമ്മയുണ്ടെങ്കിൽ ഈ പ്രേക്ഷകർക്ക് വേണ്ടി അതുകൂടി ഒന്ന് വിവരിക്കാമോ? ആരാണെന്ന് അറിയുമെന്ന് അത് പ്രേക്ഷകർക്കായിട്ട് ഞാൻ പറയാം. ഇത് പി ഭാസ്കരൻ മാസ്റ്ററിൻ്റെ മരുമകനാണ്, നന്ദകുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. എനിക്ക് എന്താ പറയുക, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഒരിക്കലും മറക്കാനാവാത്ത ഒരാളാണ് അദ്ദേഹം. ഞാൻ ആ സമയം അതൊക്കെയാണ് എനിക്ക് എപ്പോഴും അതൊന്നും ഒരു ദിവസത്തിൽ അങ്കിളിനെ ഞാൻ ഓർത്തിരിക്കും എന്നുള്ളതാണ്. ഞാൻ ചങ്ങമ്പുഴ നഗർ എന്ന സ്ഥലത്താണ് താമസിച്ചിരുന്നത്, കളമശ്ശേരിയിൽ. അപ്പോൾ അവിടുത്തെ ഓരോ വീടുകളിലും വൈകുന്നേരങ്ങളിൽ സ്കൂൾ വിട്ട് വന്നാൽ എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ വീടുകളുണ്ട്. അവിടെ പൊട്ടും തിരിയാത്ത പാവാടക്കാരി. അതെ. അപ്പൊ അവരെല്ലാരും വീട്ടില് വെറുതെ വിളിച്ചിട്ട് മോളൊരു പാട്ട് പാടുമെന്ന് കേക്കട്ടെ എന്ന് പറയായിരുന്നു. അപ്പോഴ അങ്കിൾ അതിലെ കടന്നുപോയി. അങ്കിൾ അതിലെ അയ്യോ ശരിക്കും ഇപ്പൊ അതൊക്കെ ഓർക്കുമ്പോ. അപ്പൊ അങ്കിള് ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോ അങ്കിള് വന്നിട്ട് പിന്നീട് എനിക്ക് മനസ്സിലായി. അങ്കിൾ അവരോട് ചോദിച്ചു, ആരാണ് അവിടെ പാടുന്നത്? അങ്കിൾ ഭയങ്കര ക്രേസാണ്. അങ്കിൾ നന്നായി പാടും, ഒരുപാട് പാട്ടിനെ കുറിച്ച് അറിവുള്ള ആളാണ്. അപ്പോൾ ഇത് ചെറിയ അവിടെ അപ്പുറത്തുള്ള കുട്ടിയാണെന്ന് പറഞ്ഞു. അങ്കിൾ എന്നെ അപ്പം തന്നെ അങ്കിളുടെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് മോള് വരൂ വീട്ടിലേക്ക് എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ നിന്ന് തുടങ്ങി എല്ലാ വൈകുന്നേരങ്ങളിലും അങ്കിളുടെ വീട്ടിൽ പോയിരുന്ന് ലതാജി, ആശാജി, ജാനകി അമ്മ അങ്ങനെയുള്ള പാട്ടുകൾ പാടി. അങ്കിൾ ഒരുപാട് സ്ഥലത്ത് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഭാസ്കരൻ മാഷിൻ്റെ മുമ്പിൽ വീണ്ടും കൊണ്ടുപോയി, മാസ്റ്ററിൻ്റെ കൊടുങ്ങല്ലൂരുള്ള തറവാട്ടിൽ അവിടെ കൊണ്ടുപോയി. അങ്ങനെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും അങ്കിളിനെ ഓർക്കും. എന്ത് ലൈഫിൽ എന്ത് നല്ലത് വന്നാലും ഞാൻ അങ്കിളിനെ. ഇക്കാര്യം സുദീപിനെ അറിയില്ലായിരുന്നല്ലോ? ഇല്ല. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ സുദീപേ, നിങ്ങൾ വളരെ നല്ല സുഹൃത്തുക്കളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇടയിൽ പല കാര്യങ്ങളും അറിയാനുണ്ട്. അത് ഞങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്.